അമ്മേ എന്നടാ നിമിഷ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. ആ ദിവസം വന്നെത്തി കേട്ടോ. അതന്നെ നമ്മുടെ യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ അല്ലേ? യൂട്യൂബിന്റെ പ്ലേ ബട്ടൺ ഞാൻ അമ്മേനെ പറ്റിച്ച് ഞാൻ കൊണ്ടുപോകും. അമ്മയ്ക്ക് അർഹതപ്പെട്ടു. ഞാൻ ഇവിടെ വെക്കാൻ നമ്മോട് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു അവിടെ വെച്ചാൽ അതന്നെ അമ്മ ഇവിടെ വെക്കണ്ട തന്നെ അമ്മ കയ്യിൽ. അത് സാരല്ലടാ, നീ എന്റെ പിന്നിൽ എന്തോരം പ്രവർത്തിച്ച നീയല്ലേ, നിനക്ക് തന്നെയാ അർഹതപ്പെട്ടത്. ആ അമ്മക്ക് നിർബന്ധമാണ്, എവിടെ ഇരുന്നാലും എനിക്ക് ഒരുപോലെയല്ലേ. അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ കൊണ്ടുപോക്കാം. ഏതായാലും ഇതേ നമ്മുടെ പെട്ടി പാക്ക് ചെയ്യുന്ന സീനാണ് കേട്ടോ. എനിക്ക് എത്ര പെട്ടി ഉണ്ടെന്ന് അറിയാമോ? നിമിഷയ്ക്ക് 40 കിലോ അലവൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് വിയറ്റ്ജെറ്റിലാണ്. ചാച്ചൻ പുതിയൊരു എയർലൈൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് തന്നു കേട്ടോ. ഞങ്ങൾ വിയറ്റ്ജെറ്റിലാണ് പോകാൻ വരികയും ചെയ്തിട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. നല്ല സൂപ്പർ ഫ്ലൈറ്റ് ഒക്കെ കേട്ടോ അല്ലേ നിമിഷ? ഫ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ കാര്യം എന്നറിയാമോ അമ്മ, നമ്മള് വിയറ്റ്നാമിൽ ചെന്നിട്ട് കുറെ നേരം പോസ്റ്റ് ആയിട്ടിരിക്കണം. അവിടെ ലെയർ ഉണ്ട്. രാവിലെ അവിടെ 6:40 എത്തി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 7:40 നമുക്ക് ഫ്ലൈറ്റ് ഉള്ളു തിരിച്ചമ്മ. എങ്ങോട്ട്? സിഡ്നിയിലേക്ക്. അതാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ഫ്ലൈറ്റ് ഉണ്ടോ, നല്ല ഫ്ലൈറ്റ്, നല്ല ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ചീപ്പുമാണ് കേട്ടോ, അത്യാവശ്യം നല്ല ചീപ്പാണ്. എന്നാലും ഇതേ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇഷ്ടംപോലെ പെട്ടികളുണ്ട്. ആ കാണുന്ന റെഡ് പെട്ടി എന്നാ സംഭവം അറിയാമോ? അത് നമ്മുടെ ഫുഡ് ഐറ്റംസ് മാത്രം കേട്ടോ. മിക്സർ, ലഡു, അങ്ങനത്തെ സംഭവങ്ങളാട്ടോ കൊണ്ടുവന്നത്. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മളെ ചുവന്ന പെട്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ടല്ലോ അമ്മേ. അതെ അതെ അതെ, വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്രാവശ്യം അങ്ങനത്തെ ഒന്നും കൊണ്ടുപോണില്ല. കാരണം 2 പിള്ളേരുണ്ട്, പിന്നെ തുണികളൊക്കെ ആവശ്യത്തിന് മിച്ചമുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ലാത്തതുകൊണ്ട്. മാത്രമല്ല ഓസ്ട്രേലിയയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അവർ നമ്മളെ അരിച്ച് പിറക്കും കേട്ടോ. എന്നാ സംഭവം എന്നാ ഉണ്ടായിട്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചുമ്മാ വേറെ പുറത്തുനിന്നുള്ള രാജ്യത്തു നിന്നുള്ള ഒന്നും അവർ സമ്മതിക്കത്തില്ല. എന്നാൽ ഇവിടെ കിട്ടുന്ന എല്ലാ സാധനവും അവിടെ കിട്ടുകയും ചെയ്യും. ചുമ്മാ ഒരുമാതിരി ആവശ്യമില്ലാത്ത റൂളുകളൊക്കെയാണ് കേട്ടോ. അതെ അതെ, വേറെ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും അത്യാവശ്യം കൊണ്ടുപോകണം. അമേരിക്കയിലേക്കൊക്കെ ചാച്ചൻ കൊണ്ടുപോകണം, അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോകണം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിശയം തോന്നുന്നു. മീൻ വറുത്തോണ്ട് പോകും, ചക്ക വേവിച്ചോണ്ട് പോകും, കപ്പ വേവിച്ചോണ്ട് പോകും. നമ്മുടെ അങ്കിള് ഫ്രൈ ചെയ്തോണ്ട് പോകും. ചാച്ചന്റെ അനിയന UK അങ്കിള്, ലണ്ടനിലുള്ള അങ്കിള് കേട്ടോ. ചക്ക ഇങ്ങനെ അടർത്തി ഇങ്ങനെ തുണ്ടുമായിട്ട് ചേർത്ത് വെച്ച് മടലോട് കൂടി എന്നിട്ട് നമ്മൾ ആ പേപ്പറിനകത്ത് പൊതിഞ്ഞ് അതും കൊണ്ടുപോകും കേട്ടോ. എന്തൊരു സൗകര്യമല്ലേ. ചുമ്മാ അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടില്ലാത്ത സാധനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പിന്നെ എന്നാ ചെയ്യൂല. അതെ, അഥവാ അർത്ഥം പറ്റി എന്തെങ്കിലും സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അവരത് എടുത്തിട്ട് നമ്മളെ കൊണ്ട് സമയവും കളയിക്കും. ഒരു രീതിയിൽ അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. നമ്മുടെ ചാച്ചനാണ്. ചാച്ചാ ടാളിപ്പ് ചാച്ചാ ചാച്ചൻ ആണോ? ആഹാ, മാമൂസ സർട്ടിഫിക്കറ്റ് മേടിക്കാം അല്ലേ? അടിപൊളി. ചാച്ചൻ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ആരാ കോളിംഗ് ബില്ല് അടിച്ചെന്ന് വിചാരിക്കുമായിരുന്നു. പാക്കി വെച്ചാ ചാച്ചൻ ഇപ്പോഴേ കരയാൻ തുടങ്ങി. അതിന് ഭയങ്കര സങ്കടമാണ്. അച്ഛന് മാസം മുമ്പേ ദിവസം ഊട്ടി ചാച്ചൻ കരഞ്ഞോണ്ടിരിക്കും കേട്ടോ. ചാച്ചൻ ഇന്ന് രാവിലെ ഭയങ്കര സങ്കടമായിരുന്നു ചാച്ചന്. ഞാൻ നോക്കിയപ്പോ ചാച്ചൻ ഇങ്ങനെ ഞാൻ പറഞ്ഞു മമ്മി നോക്കി ചാച്ചൻ കരയുക. അച്ഛന് വിറാമോളെന്ന് വെച്ച ജീവനാണ്. അത് ശരി, എല്ലാരും ജീവനല്ലേ? പിന്നെ ആണെങ്കിൽ അയ്യോ എന്റെ മോൻ പോണേന്ന് പറഞ്ഞ കാര്യം. അതെ, അതിന് ഭയങ്കര സങ്കടം, അതിന് ഭയങ്കര വിഷമാണ് ഞങ്ങൾ എല്ലാരും പോകുന്നത്. അതെ. ഞാണേലും അപ്പം ഞങ്ങളിത് അങ്ങനെ ആ ചുമന്ന പെട്ടിക്കകത്ത് കുറച്ച് സ്നാക്ക് ഐറ്റംസ് ആണ്. ഇതിനകത്ത് തന്നെ മെയിനായിട്ട് നമ്മുടെ ഡ്രസ്സ്, ടവല്. അതെ, മെയിനായിട്ട് എന്റെ സംഭവം പാക്ക് ചെയ്തേക്കുന്ന ആ കാണുന്നതിലാട്ടോ എന്റെ സംഭവങ്ങൾ പാക്ക് ചെയ്തേക്കുന്നത്. എന്റെ ഷർട്ടുകളും കാര്യങ്ങളും എല്ലാം അതിന്റെ അകത്ത് ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് മിറയുടെ ബാഗാണ് കേട്ടോ. അതെ. പിന്നെ ഇതിനകത്ത് പിന്നെ നമ്മൾ കുറച്ച് ഓരോരുത്തർക്ക് കൊടുത്തു വിടാനുള്ള ഒത്തിരി കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുതരുമല്ലോ നമുക്ക്. അങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ. പിന്നെ നമ്മുടെ യൂട്യൂബിന്റെ സാധനം അതൊക്കെ കേട്ടോ കൂടുതൽ. ഞങ്ങളങ്ങനെ നമ്മൾ റീവോട്ടിന് എടുത്തോട്ടോ. അവനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പയ്യെ അനങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ഇതേ നിമിഷയ്ക്ക് 40 കിലോ വരെ കൊണ്ടുപോകാം കേട്ടോ. വിയറ്റ്ജെറ്റിൻ്റെ ഒരു കിടിലൻ സംഭവമാണ്. 40 കിലോ വരെ നിമിഷയ്ക്ക് കൊണ്ടുപോകാം. അതുപോലെ എനിക്ക് 20 കിലോ കേട്ടോ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഓൺലൈനിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. നിമിഷയ്ക്കും നമ്മുടെ മിറക്കൂട്ടിനും നമ്മൾ വേറെ ഏജൻസി വഴിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 40 കിലോ കൊണ്ടുപോകാം. എനിക്കും 40 കിലോ ആക്കാറുണ്ട്. ഞാൻ ആ സമയത്തൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. നമ്മൾ കാരണം എന്താ പറയുക, ആദ്യം നമ്മൾ വിചാരിച്ചത് നിമിഷയും മിറയും വാവയും കുറച്ചാളുകൾ ഇവിടെ നിന്നിട്ട് പയ്യെ വന്നാൽ മതി എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാൻ ആദ്യം പോയിട്ട് ഇവർ പയ്യെ വന്നാൽ നമ്മൾ വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് കേട്ടോ നമ്മളത് മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്.
അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ 2 രീതിയിൽ ടിക്കറ്റ് ആക്കിയത്. എന്നാണേലും എല്ലാം നല്ലതിനല്ലേ അമ്മ, എല്ലാം നല്ല. 20 കിലോ ഉള്ളെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മിറക്കുട്ടന് 40 കിലോ ഉണ്ട്. മിറയുടെ എന്ത് 40 കിലോയ്ക്ക് കൊണ്ടുപോകാൻ അറിയ നിമിഷം ഉണ്ട്. പെട്ടി നിറഞ്ഞിരിക്കട്ടെ. ഇനിയിപ്പോ പെട്ടികളൊന്നും ഇല്ല നമുക്കല്ലമ്മ. ഇനിയിപ്പോ അവർക്ക് തിരിച്ചു വരാനുള്ള പെട്ടി ഉള്ളു കേട്ടോ. അങ്ങോട്ട് വരാനുള്ള പെട്ടി ഇനിയിപ്പോ ഇവിടെ ഉള്ളൂ. അല്ലാതെ ഇനി വേറെ പെട്ടിയൊന്നും ഇവിടെ ഇരിപ്പില്ല. ഇതേ അമ്മയുടെ പെട്ടിയാട്ടോ, ഈ റെഡും ബ്ലൂവും. ഞങ്ങൾക്ക് പെട്ടിയില്ലാത്തോണ്ട് ഞങ്ങൾ കടം മേടിച്ചോണ്ടില്ല. തിരിച്ചിനി അവിടെ വരുമ്പോ തിരിച്ചു തന്നോളാം അമ്മേ. കൂടുതലുണ്ടായിരുന്നു, ഐബിൻ പെട്ടി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അല്ലേ. അപ്പൊ നിങ്ങക്ക് പെട്ടി ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്കുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ പെട്ടി പാക്കിങ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഹാൻഡ് ക്യാരി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവർക്കും ഹാൻഡ് ക്യാരി ഉണ്ട്. 7 കിലോ ഹാൻഡ് ക്യാരി. പക്ഷെ ഒത്തിരി ഹാൻഡ് ക്യാരി ഒന്നും എടുക്കുന്നില്ല. പിള്ളേർ 2 പേരുണ്ടായതുകൊണ്ട് ഒരു 2 ഹാൻഡ് ക്യാരി കഷ്ടി എടുത്താലേ ഉള്ളൂ കേട്ടോ. തന്നെ അധികം ഒരെണ്ണം എടുക്കുള്ളൂ. കാരണം അത്ര നമുക്ക് ഫ്രീ ആയിട്ട് പോകാലോ. സത്യം. ഞങ്ങൾ മാക്സിമം ഈ ചെക്ക്ഡ് ബാഗേജ് കയറ്റി വിടാൻ നോക്കും കേട്ടോ. പിന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ ബേബിക്ക് ഫുഡിന് ഫുഡ് ഐറ്റംസ് മാത്രം സെപ്പറേറ്റ് ഒരു ബാഗിൽ എടുക്കാം. അറിയത്തില്ല, ചെന്ന് നോക്കാം. അതെ. അതുപോലെ തന്നെ വിയറ്റ്നാമില് ഹോച്ചിമിൻ എന്ന് പറഞ്ഞ സിറ്റിയാണ് കേട്ടോ. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഒത്തിരി ലേവർ ഉണ്ട്. എനിക്ക് തോന്നിയിട്ട് 12 മണിക്കൂറോളം ഞങ്ങൾക്ക് ലേവർ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ ഇനി വല്ല ലോഞ്ചിന് വല്ലതും കയറി ഇരിക്കേണ്ടി വരും മിക്കവാറും അല്ലേ നിമിഷ? ഞാൻ നോക്കിയിട്ട് അവിടെ ഹോട്ടലൊന്നും കണ്ടില്ല, എയർപോർട്ടിനകത്ത് ഹോട്ടലൊന്നും കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പുറത്തിറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് സ്റ്റേ എടുക്കേണ്ടി വരും. അതൊക്കെ ഇനി ഭയങ്കര അറിയില്ല. ഇനി ഇച്ചിരി വിസയൊക്കെ എടുക്കേണ്ടി വരും, ട്രാൻസിറ്റ് വിസയൊക്കെ എടുക്കേണ്ടി വരും. മിക്കവാറും പണി ആയിരിക്കും, അറിയില്ല. ശരിയാ. ഇത്ര ലെയർ ഉള്ളതുകൊണ്ട് ചിലപ്പോ അവർ പെട്ടെന്ന് പിള്ളേരൊക്കെ ഉള്ളതല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് എവിടുന്നേലും കിട്ടൂടാ. കിട്ടും. അതെ. എന്നാണേലും എന്ത് ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. അതുപോലെ നിങ്ങളൊക്കെ എയർപോർട്ടിൽ വെച്ച് പറ്റുവാണെങ്കിൽ നമുക്ക് കാണാം അല്ലെ. എയർപോർട്ടിൽ കൂടെ പോകുന്നവരുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒന്ന് വരണം കേട്ടോ. അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഇനി എന്നാ ഇന്ന് പരിപാടി വേറെ? ഇനി നമുക്ക് തൊടുവഴിക്ക് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ തൊട്ടി നമ്മൾ പാക്ക് ചെയ്യാൻ, നമ്മളിത് ഫസ്റ്റ് ക്രൈന്ന് മേടിച്ച തൊട്ടിയാണ് കേട്ടോ. ഈ തൊട്ടിൽ നമ്മൾ പാക്ക് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം അത് നമ്മുടെ ചെക്ക്ഡ് ബാഗേജിൻ്റെ കൂടെ ഈ തൊട്ടിൽ നമ്മൾ കൊണ്ടുപോകാൻ പോകണം കേട്ടോ. പിന്നെ അത് ഒന്ന് അവർക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കണമല്ലോ. അവർ നന്നായിട്ട് പാക്ക് ചെയ്ത് തരാം. പോകുന്ന ദിവസം കൊണ്ടേ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഭയങ്കര ഹെൽപ്പായി പോയി കേട്ടോ. നല്ല ആൾക്കാരാട്ടോ. തൊഴിലാളിത്ത ഫസ്റ്റ് ക്രൈക്കാരുടെ ഒരു പ്രത്യേക താങ്ക്സ്. എന്നാണേലും അപ്പം അങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് വിശേഷങ്ങൾ കേട്ടോ. മിറാമോള് അപ്പുറം ഇരുന്ന് TV കാണുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ട്. പാവം. അവക്കും ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. 2 പേർക്കും ജലദോഷം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മാറിയാൽ മതിയായിരുന്നു കേട്ടോ. മിക്കവാറും എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് തുടങ്ങും. എനിക്ക് ചാച്ചന് മാത്രം വന്നിട്ടില്ല. ഞാൻ രാവിലെ നാരങ്ങ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും. അപ്പൊ ഇനിയിപ്പൊ അതിന്റെ ആണോന്ന് അറിയില്ല. എനിക്കിപ്പം അത് തന്നെയല്ല, നിനക്ക് എങ്ങനെ എപ്പോ വന്നാലും അതെ, ഞങ്ങൾക്കൊക്കെ വന്നാലും നിനക്ക് വരില്ല. അപ്പൂ അതെ. എന്ത് സാധനം ആദ്യം കൊണ്ടിരുന്ന ഇവനെ മിക്കവാറും കൊണ്ടുവരും. കൊണ്ടുവന്ന് വെച്ചാൽ ഇവനത് ഒരു ദിവസം കൊണ്ട് മാറും. ഞങ്ങൾ അതുകൊണ്ട് കുറെ ദിവസം നടക്കും. അതെ. നമ്മുടെ മിറക്കോട്ടൻ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കട്ടെ. എടി കുഞ്ഞു മെറുകോട്ടിൽ ഇപ്പൊ അവളുടെ മെയിൻ പരിപാടിയാണ് കേട്ടോ. കയ്യിലെ വളയും കാലിലെ കൊലുസൊക്കെ കളയാന്നുള്ളതല്ല. അമ്മ എടി നിമിഷം നോക്കി, ഇവിടെ അമ്മയുടെ ആന്റിക്ക് വിളക്കുകളൊക്കെ എടുത്ത് ഊരിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇത് കിട്ടിയത്? ഇതെങ്ങനെ വാങ്ങാൻ കിട്ടിയത്? അതെ. ഇവിടെ ഇരുന്ന് പുള്ളിക്കാരി നമ്മുടെ വിളക്ക് നോക്കി. ഇതെങ്ങനെ കിട്ടിയതാ? ഇത് എവിടെ ഇരുന്ന അമ്മ? അതെല്ലേ. ഇങ്ങനെയാണ് കള്ളത്തിൽ നമ്മുടെ കൈ കൊണ്ടൊക്കെ തരുന്നത്. നമ്മളെ എടുക്കാൻ പറയും. അയ്യോ മൈക്കിലടിക്കല്ലോ പൊന്നാ. പാട്ട് പഠിക്കേ. കാത്തുണ്ടോ അവിടെ? അപ്പൊ മിറക്കൂട്ടൻ നമ്മുടെ മൈക്കിൽ കൊണ്ട് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും നിമിഷയ്ക്ക് പാട്ട് പാടാനൊരു കൊതി. നിമിഷ, നീ പാട്ട് പാടുന്നുണ്ടോ? റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ ലബനോനിൽ വിടരും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ. അപ്പൊ
അമ്മ നമ്മളൊരു കാര്യം ഓർമ്മിപ്പിച്ചു കേട്ടോ. നമുക്ക് മാമോദിസയ്ക്ക് കുറെ ഗിഫ്റ്റുകൾ കിട്ടിയായിരുന്നു. അതെ അത് നിങ്ങളെ കാണിച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പൊട്ടിക്കാതിരിക്കുവായിരുന്നേ. കുറെ ഗിഫ്റ്റുകൾ ഓൾറെഡി നമ്മളെ പൊട്ടിച്ചെന്ന് തോന്നുന്നല്ലോ അമ്മേ. വേറെ ചെറുത് പൊട്ടിക്കാതെ നമുക്ക് അല്ലാതെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അല്ലാതെ തന്നെ നമ്മൾ എടുത്തു കേട്ടോ. ഇത് പൊട്ടിക്കേണ്ടതൊക്കെ നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ പൊട്ടിക്കാതെ വെച്ചേക്കുമായിരുന്നു. അതെ, കുറച്ച് ഗിഫ്റ്റുകൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. അതെ ഞങ്ങളിപ്പോ പാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് പൊട്ടിക്കാതെ ഇരിക്കുന്നത് കണ്ടേ. ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഇതും കൂടെ കാണിക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഇപ്പൊ പോയാലായിട്ട് നമ്മള് സംഭവങ്ങൾ എന്നാ വെച്ചിട്ടില്ല, ഇത് പാക്ക് ചെയ്യാൻ വേണ്ടി ഇതാണ് മെയിൻ പരിപാടി. എന്റെ പെട്ടിയുടെ പേര് കയറി ചാട്ട പറഞ്ഞു കേട്ടോ. ഇതെന്താ എല്ലാ ഡ്രസ്സുകളൊക്കെ എന്ന് തോന്നുന്നു കേട്ടോ. ഓരോന്ന് പറഞ്ഞാലും നോക്കാം. ഹായ്, സൂപ്പർ, നല്ല ഡ്രസ് അല്ലേ? അതെ അതെ അതെ. അങ്ങനെ റീവൂട്ടിന്റെ ഡ്രസ് എല്ലാം റീവൂട്ടിന്റെ ആയിരിക്കും കേട്ടോ. മാമോദിസ ഗിഫ്റ്റുകളാണ്. ഒന്നും കാണത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ ഇടാട്ടോ. നല്ല ചേർച്ചയായിരിക്കും അതവനെ. ഇത് ഇടിച്ചോണ്ട് പോകാം കേട്ടോ. അതെ അതെ, ആരാന്നാണോ ഒന്നും അറിയത്തില്ല, ആരാ എന്നാന്നും അറിയത്തില്ല കേട്ടോ. അതെ അതെ അതെ. ഗിഫ്റ്റ് ഒക്കെ തന്നെ. ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചെന്നപ്പം അവിടുന്ന് അവിടെ കുമാരിയമ്മ കൊണ്ടുവന്നാണ്. അതെ. പിന്നെ അവിടുന്ന് ഒരു ഉടുപ്പൂടെ കിട്ടിയിട്ടുണ്ടേ. സ്റ്റൈൽ ഉടുപ്പാണ് കേട്ടോ. നമ്മുടെ കുമാരിയമ്മ തന്ന ഉടുപ്പാണ് കേട്ടോ. അതുപോലെ ഈ ഉടുപ്പ് എനിക്ക് തന്നെ നമ്മുടെ രാഹുൽ ഏട്ടന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് അല്ലേ. അവര് നമ്മുടെ എനിക്ക് തന്നെ ആറ്റുകാല് പോയായിരുന്നു നിമിഷ. അവര് ഞങ്ങളന്ന് അവിടെ ചെന്ന ദിവസം അവരെല്ലാവരും കൂടെ ആറ്റുകാല് പോയായിരുന്നു കേട്ടോ. അന്ന് നമുക്ക് മുറുക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ പറഞ്ഞോ. നമുക്ക് വലിയ മുറുക്കൊക്കെ മേടിച്ചിട്ടുണ്ടോ. നിമിഷയുടെ നെയ്ബേഴ്സ് ആണ് നമ്മുടെ സുമാന്റിയും രാഹുൽ ഏട്ടനും. പിന്നെ ഇത് എന്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ആൻസാജ് കൊണ്ടുവന്ന അല്ലേ എഴുതിയിട്ടുണ്ട് കേട്ടോ. wishing your child very best with warm love, hugs and prayers, and Andy Mia and Anthony. Thank you Ansaj. ഇറക്കിയുണ്ട് കേട്ടോ. മിറക്കുട്ടനുണ്ടേ. അടിപൊളി കുറെ ഡ്രസ്സുകളുണ്ട് കേട്ടോ. ദൈവമേ, സ്റ്റൈൽ എടുപ്പോണ്. അടിപൊളി. അതെ, നല്ല അടിപൊളി മിറക്കുട്ടൻ്റെ ഡ്രസ്സ് കിട്ടി കേട്ടോ. പിന്നെ റീവിട്ടാ അത് നോക്കണം. സൂപ്പർ ഉടുപ്പാണല്ലോ. സൂപ്പർ ഒരു റീബൂട്ടിന്റെ ഡ്രസ്സ്. പിന്നെ മിറയുടെ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് കേട്ടോ. അടിപൊളി. താങ്ക് യു ആൻസാജ്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് പ്രേയേഴ്സ് ആൻസാജ്. അവള് അപ്പോൾ അമേരിക്കയിലാണ് കേട്ടോ സെറ്റിൽ ആയേക്കണ. ആൻസാജും ഹസ്ബൻഡും പിന്നെ നമ്മുടെ പിള്ളേരും 2 പിള്ളേരും ഉണ്ട് കേട്ടോ. അവർ അമേരിക്കയിലാണ് സെറ്റിൽ ആയേക്കുന്നത്. ഇതല്ലേ നോക്കട്ടെ. അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. റീബൂട്ടിന് തുറക്കണ്ട. തുറന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ കയറ്റി വെക്കാൻ പാടാണ്. നമുക്ക് നേരെ പെട്ടിക്കകത്ത് കയറ്റി വെക്കാം കേട്ടോ. നല്ല സൂപ്പർ. അതൊരു ഹാറ്റാ ബിബാന്ന് തോന്നുന്നു കേട്ടോ. അത് ബിബല്ലേ? തൊപ്പിയാണോ? അപ്പൊ നമ്മുടെ റീബൂട്ടിന് ഇത് നല്ല വിന്ററാണല്ലോ. ഇടിച്ചോണ്ട് പോവാം നമുക്ക്. ഇറങ്ങുമ്പോ ഇടിച്ചിട്ട് പോണേ തണുപ്പ്. അടുത്ത ബോക്സ് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇത് എന്നെ വേണോടാ. നിന്റെ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോഴാണോ പൊട്ടിക്കുന്നത്? അടിപൊളി കളറ്, സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ. താങ്ക് യു. ഇച്ചിരി പനിയായി പോയി കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് ഞങ്ങൾ മറന്നുപോയി കേട്ടോ. ആ ഗിഫ്റ്റ് ഇത് അമ്മ പൊട്ടിക്കാൻ പോവാണ്. അമ്മ കരിഞ്ഞോണ്ട പൊട്ടിക്കുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞങ്ങൾ പോകുന്നത് അല്ലേ അമ്മ? എല്ലാവർക്കും അയ്യോ മെറിക്കുട്ടാ. ഇത് നമ്മുടെ സ്കറിയാച്ച കൊണ്ടതാണ് കേട്ടോ. ഞാൻ ഓർക്കുന്നുണ്ടോ അവൻ. കാരണം എൻ്റെ കയ്യിലേക്ക് അവൻ തന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ സ്കറിയ എന്ന് പറയുന്നത്. മിറക്കുട്ടനുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ മെയിനായിട്ട്. പിന്നെ ഇതൊക്കെ റീവിനല്ലേ മറ്റേ. മിറക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. മിറക്കുട്ടാ ഞാൻ വിളിച്ചോണ്ടിരാം. സ്കറിയങ്ങൾ കൊണ്ടതാണ് മിറക്കുട്ടന്. അതെന്താണേലും കറക്റ്റ് ആണോ? ക്യാറ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ ആനാന്ന് പറയും കേട്ടോ. കാരണം അതെ, E4 വെച്ച് ആന പറയും. എന്റെ മീൻ പറയും.
എന്റെ കൊച്ചു പടം കണ്ട് പഠിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് അവള് പടത്തിൽ ആനനെ കണ്ടത് അവിടെ. അതുകൊണ്ട് അവള് E4 ആന എന്ന് പറയുള്ളൂ കേട്ടോ. സൂപ്പർ. ഇത് ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകും കേട്ടോ. മരക്കൂട്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾക്ക് ഏറ്റവും കളിക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് ഈ കപ്പുകള്. അതെ അതെ, അടുക്കളയിൽ ഒരു സാധനം ഇല്ല കേട്ടോ. അടുക്കള സാധനം മുഴുവൻ വേറെ ഓരോ റൂമിൽ കൂടെ എല്ലാം അവിടെ എടുത്തോണ്ട് പോകും. ഏതാണല്ലോ ഇത്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. അമ്മ അപ്പതേ ഞങ്ങള് പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ഗസ്റ്റ് വന്നു കേട്ടോ. ഭയങ്കര സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. നെമി എന്നാട്ടെ പേര്. നെമി ചേച്ചി ഹലോ. നെമി ചേച്ചിയുടെ മോനാണ് കേട്ടോ. മോന്റെ പേരെന്ന് പറയാടാ? നഹാൻ. നെമി ചേച്ചിനെ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ നമ്മുടെ മാമോദിസയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഈ അതിൻ്റെ എൻക്വയറി ആയിട്ട്. നമ്മുടെ മാമോദിസയുടെ പരിപാടിക്ക് കേക്ക് ചെയ്തത് നമ്മുടെ നെമി ചേച്ചിയാണ് കേട്ടോ. അതിനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ നെമി ചേച്ചി. ഇതുണ്ട് ഈ കേക്ക്, നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത്, കേക്ക് മാത്രമല്ല ഈ ഡോണറ്റ്സ് ഒക്കെ ഉണ്ടോ, ഡോണറ്റ്സും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടേബിൾ അടിപൊളിയായിട്ട് ചേച്ചി ഡെക്കറേറ്റ് ചെയ്ത് കിട്ടും. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ചേച്ചി അതെങ്ങനെ എത്ര അടിപൊളിയായിട്ട് ചെയ്തത്? കുറേ നാളായിട്ട് ചെയ്യുന്നതാണ് പരിപാടി? 5 വർഷം കഴിഞ്ഞല്ലേ? ഓഹോ, നമ്മുടെ തൊഴിലക്കാരി തന്നെയാണ് കേട്ടോ. തൊഴിൽ വെങ്ങല്ലൂരാട്ടോ ചേച്ചിയുടെ സ്ഥലം. ഏതായാലും ഞങ്ങളുടെ ഒരു കസിൻ നമ്മുടെ അരുൺബെന്നി വഴി മീറ്റ് ചെയ്താണ് കേട്ടോ ചേച്ചീനെ. ഞങ്ങളോട് വന്നല്ല കുറെ പേര് ചോദിച്ചു കേട്ടോ. അത് എവിടുന്ന കേക്ക് ഒത്തിരി രസമുണ്ട്, നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. ഒത്തിരി താങ്ക് യു ഉണ്ട് കേട്ടോ. ഇതാട്ടോ ടേബിൾ കണ്ടോ. ടേബിള് ശരിക്കും കുറച്ചുകൂടെ പോയാൽ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ ടേബിൾ കണ്ടോ. എന്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കപ്പ് കേക്ക്. പിന്നെ ഇതെന്താന്ന് ചേച്ചി ഇങ്ങനെ ജാറിൽ എന്താ ജാം കേക്കില്ല. ഇനി എനിക്കത് കാണാൻ പോലും അല്ല കണ്ടതേ ഉള്ളൂ കേട്ടോ, കഴിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പത്തേക്ക് അതൊക്കെ ബ്രൗണീസ്, കേക്ക് സ്റ്റിക്കിൾസ്, അതുപോലെ ഇത് കേക്ക് നോക്കി. കേക്കായിരുന്നു കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. അടിപൊളി കേക്കായിരുന്നു. പിന്നെ ഈ ഡോണറ്റ്സ് സംഭവങ്ങൾ ഒക്കെ അടിപൊളിയായിരുന്നു ചേച്ചി. എനിക്കത് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കേക്ക് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. കേക്കും ഡോണറ്റൊക്കെ ഞാൻ കഴിച്ചുള്ളൂ കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചേച്ചിയുടെ ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുത്താൽ കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. അടിപൊളിയായിട്ട് ഇതുപോലെ ബാപ്റ്റിസത്തിനും കല്യാണത്തിനും ഫംഗ്ഷൻ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ കേക്കും ഇതുപോലെ ടേബിൾ ഡെക്കറേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിനെ കോൺടാക്ട് ചെയ്യാമല്ലോ ചേച്ചി? ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കോൺടാക്ട് ചെയ്യാൻ. അടിപൊളി സൂപ്പർ കേക്ക് കിട്ടും. സൂപ്പർ കേക്ക് കേട്ടോ. തൊടുപുഴയുള്ളവർക്ക് പ്രത്യേകിച്ച്. പിന്നെ അത്യാവശ്യം ചുറ്റുവട്ടത്തുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ ചേച്ചി? ചെയ്യാം കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഒരു ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കും. അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പം കേക്ക് വേണ്ടവർ ഉറപ്പായിട്ട് നമ്മുടെ നെമി ചേച്ചിനെ വിളിച്ച് അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കിക്കുക അല്ലേ അമ്മ? തീർച്ചയായിട്ടും കേട്ടോ. വേറെ ഞങ്ങൾ ഗ്യാരണ്ടി ഉണ്ട്. അടിപൊളി കേക്ക് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വലിയ കേക്ക് ബേക്കറികളൊക്കെ ഞങ്ങൾ കഴിഞ്ഞ തവണ നമ്മുടെ ബർത്ത്ഡേക്ക് അതിനൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ നെമി ചേച്ചിയുടെ കേക്ക്. നമ്മൾ പറയുന്ന തീമിൽ ചേച്ചി ചെയ്തു തന്നു അല്ലേ ചേച്ചി? അതിന് ഒത്തിരി താങ്ക്സ്. നമുക്കൊരു അടിപൊളി കേക്കുമായിട്ടോ വന്നേക്കുന്നേ. ഒപ്പേറ എന്ന് പറഞ്ഞാൽ ഒപ്പേറ ബദാമും പകുതി ബദാമും അതിൽ അതിൻ്റെ ഫില്ലിങ്സ് വ്യത്യാസമുണ്ട്. ചീസൊക്കെ ആഡ് ചെയ്ത് ഫില്ലിങ്സ് വളരെ വ്യത്യാസമുള്ളൊരു കേക്ക്. ഞങ്ങളിപ്പോൾ തന്നെ തുറന്നു നോക്കണ്ട. ഏതായാലും ഒത്തിരി സന്തോഷം കേട്ടോ ചേച്ചി. നമുക്ക് ഞങ്ങൾ കാണിക്കാം. ഈ വീഡിയോ തീരുന്നതിന് വേണ്ടി ഞങ്ങൾ കാണിക്കും കേട്ടോ ഉറപ്പായിട്ടും. ഏതായാലും ഞങ്ങൾക്ക് കേക്കായിട്ട് വീണ്ടും വന്ന് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ഒത്തിരി താങ്ക്സ് ചേച്ചി. ഓക്കെ, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങളൊന്ന് കാണണമെന്ന്. അന്ന് വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹത്താൽ വന്നോ ഞാൻ. നിങ്ങൾക്ക് തിരക്കാന്ന് എനിക്കറിയാം. അതെ, 2 ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നടന്നില്ല അല്ലെ ചേച്ചി? വരുമ്പം നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അതെ, എന്തായാലും നമുക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല. ഒത്തിരി സന്തോഷം. സന്തോഷമുണ്ട്. പിന്നെ മറക്കാതെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് നെമീസ് കേക്ക്സ് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺടാക്ട് നമ്പറും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വീഡിയോയുടെ താഴെ ഉണ്ടാവും കേട്ടോ. ഉറപ്പായിട്ടും ചേച്ചിനെ വിളിച്ച് നിങ്ങൾ കേക്ക് ധൈര്യമായിട്ട് പറഞ്ഞു അല്ലേ അമ്മ? അപ്പേ നിമിഷ നമ്മുടെ നെമി ചേച്ചി കൊണ്ടുവന്ന കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് തുറന്നു നോക്കി. എന്തൊരു കിടിലൻ കേക്കല്ലേ ചേച്ചി. വീട്ടിൽ ചെയ്യണമെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. കേക്ക് ഉപ്പേറ കേട്ടോ എൻ്റെ പേര്. സൂപ്പർ കേക്ക്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലോ ഒപ്പേറ പുതിയതാണ്. ചേച്ചി വന്ന് ട്രൈ ചെയ്തിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അഭിപ്രായം പറയാം. നിങ്ങളോട് ഞാൻ സബ്സ്ക്രൈബേഴ്സിനോട് പ്രത്യേകം പറയട്ടോ. നമ്മുടെ തൊടുപുഴയിലും ഈ ഏരിയയിലൊക്കെ ഉള്ളവർ കേട്ടോ
മറക്കാതെ നമ്മുടെ നിശ്ചിത കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി കേക്കാണോ. ഇടയ്ക്കിടയ്ക്ക് ഇനിയും പറയുന്നില്ല, പക്ഷെ എന്നാലും അത് റെക്കമെൻഡ് ചെയ്യാൻ പാകത്തിന് ഞങ്ങൾക്ക് ഇത്ര നല്ലതായിരുന്നു ഞങ്ങൾ പറയണേ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് അത് മനസ്സിലായി. ഇത് ഈ കേക്കിന്റെ ലുക്ക് നിങ്ങൾ നോക്കി എന്ത് അടിപൊളിയായിട്ട് ചെയ്തേക്കണത്. വീട്ടിൽ ചെയ്ത സംഭവം നമുക്ക് പറയത്തില്ല. എന്ത് പ്രൊഫഷണൽ ആണ്, പക്ക പ്രൊഫഷണൽ. പെയിന്റ് ഒക്കെ അടിക്കുന്നോട്ട് ഇങ്ങനെ പ്രത്യേകത അല്ലേ, പെയിന്റിന്റെ ഒക്കെ ഒരു ഇതുപോലെ നല്ല വർക്ക് അടിപൊളി വർക്ക് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോണേ. ചെറിയ പീസ് മുറിച്ചാൽ മതി. ഒരു വളവ് വന്നത് മമ്മി അമ്മ അവിടെ വരെ എത്താത്തോണ്ട് വളച്ചെടുത്ത് സാധാരണ നമ്മ കറക്റ്റ് ആണ്. ആ ശരിയാക്കി കേക്ക് മുറിച്ചിട്ടോ. അങ്ങനെയാണ് കഴിയുമ്പോ ടേസ്റ്റ് ചെയ്ത് കഴിയും. അടിപൊളിയല്ലേ, സോഫ്റ്റ് കേക്കല്ലേ, സൂപ്പർ അടിപൊളി കേക്കല്ലേ. സൂപ്പർ കേക്കാണ്, അടിപൊളി കേക്കാട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കേക്ക് കഴിച്ചിട്ടുമില്ല. ഞാനും കഴിച്ചിട്ടില്ല. അതിന്റെ പേരെന്താ പറഞ്ഞേ? ഒപ്പേറ. അപ്പം അതൊരു ഡിഫറെന്റ് വെറൈറ്റി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല നട്ട്സ് ഉണ്ട് അതിന്റെ അകത്ത്. നിമിഷമൊക്കെ കേക്ക് എടുത്തോണ്ട് ഓടുന്നു. നല്ല ടേസ്റ്റ്. മിറായിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മിറായിക്ക് എല്ലാം മുളക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ അതെ അതെ. എന്നാലും അമ്മ നമുക്കെന്നാ വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്താലോ? ബാക്കി ഞങ്ങൾ പാക്കിംഗ് പോകാനോട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനോട്ടോ. ഇത് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെ ഞങ്ങൾ അപ്പൊ ഇവിടെ നിന്ന് ബൈ പറയും കേട്ടോ. നമ്മുടെ തൊടുപുഴയോടും നമ്മുടെ രാജ്യത്തു നിന്ന് ഞങ്ങൾ ബൈ പറയാണ്. ഈ പറയുമ്പോ തന്നെ നമുക്ക് വിഷമം വരുന്നു. ആ എന്താണേലും ചാച്ചാ ഇവിടെ വരൂ. ചാച്ച മാറി നിൽക്കണം കേട്ടോ വിഷമമായിട്ട്. എന്താണേലും എന്തേ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. എനിക്കറിയാം ഞങ്ങൾ പോകുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പോകാൻ ഇറങ്ങുന്ന വീഡിയോ ആയിരിക്കും അല്ലേ മാം? അതെ, നാളെ ഞങ്ങൾ മിക്കവാറും ഒരു Q&A ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ പോകാൻ ഇറങ്ങുന്ന ഒരു വീഡിയോ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞങ്ങളവിടെ ചെന്നിട്ടും വീഡിയോസൊക്കെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഇടും കേട്ടോ. അമ്മേനെ കൊണ്ട് പറ്റുവാണെങ്കിൽ നല്ല നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ ഇവിടുന്ന് എടുപ്പിച്ച് ഞങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തും. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്റ്റലിലെ വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ അവിടെ ഇനിയിപ്പോൾ നടന്നിട്ടുണ്ടോ ഓൾറെഡി. 5 മാസമായി വന്നിട്ട്. അപ്പൊ അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കല്ലേ അച്ഛാ? കാണുക. ഞങ്ങൾ എത്ര നാൾ സ്നേഹിച്ചാൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് നന്ദി. ഞങ്ങൾ ഇനി കാണാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ വേറെ സ്ഥലത്താണെങ്കിലും ഉടനെ ഞങ്ങൾ ഒന്നിക്കുന്നതായിരിക്കും. ഉപേക്ഷിക്കല്ലേ ഇല്ല വരക്കോട്ടാ. വരക്കോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ട കേൾക്കും. എന്നാണേലും ഈ വീഡിയോ വിളിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെയാണമ്മ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതും വരെ അമ്മ, നിമിഷ, നിറക്കുട്ടാ, ഗുഡ് ബൈ.